ഒരുപാട് ആൾക്കാർ കഴിക്കും എന്നുള്ള കാര്യം കിട്ടി. അതുകൊണ്ട് അത് ഞാൻ പിൻ ചെയ്ത് വെച്ച് എനിക്കത് ഇഷ്ടമായി. കമൻറ്റ് രക്ഷിക്കാത്ത എന്താണോ അതായിരിക്കും നമുക്ക് ശരിക്കും ഒരുപാട് വ്യൂസ് ഒക്കെ കയറി. കമൻറ്റ് വ്യൂ ചെയ്യാൻ വേണ്ടിയാണോ താങ്കൾ ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. യൂട്യൂബിൽ അത്ര റീച്ച് കിട്ടിയില്ല. എനിക്കൊന്ന് അറൗണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ആൾ ഇതൊന്നും കഴിക്കാറില്ലെന്ന് തോന്നുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡയറീസ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്പെഷ്യലാണ്. ഒരു നേച്ചിങ് ആൻഡ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ എത്ര ആൾക്കാർ ഇത് കണ്ടിരുന്നു എനിക്കറിയില്ല. എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിലാണ് അത് റീച്ച് ആയത്. ഒരു നേച്ചിങ് കൊണ്ട് ഇത്രയും വൈറലായി ഗൈസ് പെട്ടെന്ന്. തമാശയാക്കിയതാണ്, അങ്ങനെയല്ല. ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം വെച്ചാൽ എക്സ്പെക്ട് ചെയ്യാതെ ഇട്ടൊരു വീഡിയോ ആണെന്ന് പറയാം. എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോയ സമയത്താണ് സാധനം ആ നേച്ചിങ്. അവിടെ നെൽപ്പാടായിരുന്നു, പാടത്തായിരുന്നു സംഭവം. മുന്നേ അതൊരു വയൽ പ്രദേശമായിരുന്നു എന്ന് തോന്നുന്നു. എൻ്റെ മുന്നേ എത്രയോ വർഷങ്ങൾക്ക് ഞാൻ ജനിക്കുമ്പോഴുള്ള വീടാണത്. സോ അത് അവിടെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാലങ്ങളിൽ നമുക്ക് അവിടെ എപ്പോഴും നെയ്ച്ചിങ്ങ സാധനം, അട്ടക്കുടു നെയ്ച്ചിങ്ങ പറയും നമ്മുടെ നാട്ടിൽ. അപ്പോൾ അത് കിട്ടും. അപ്പം നമുക്കെന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമാണ്. പണ്ടാണെങ്കിൽ അത് ഒരുപാട് കിട്ടിയിരുന്ന സമയത്ത് നമ്മളത് പറക്കാനും ഒക്കെ പോകും. അപ്പോൾ ഇത്തവണ ഞാൻ അവിടെ പോയ സമയത്ത് എൻ്റെ കാലിൽ തടഞ്ഞ് അപ്പോൾ നെയ്ച്ചിങ്ങ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാലോ, നമ്മൾ ചെയ്യുന്നതല്ലേ മുന്നേ. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് കൂടെ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ആ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ ഷോർട്സ് എനിക്കൊന്നും യൂട്യൂബിൽ അത്ര റീച്ച് കിട്ടിയില്ല. എനിക്കൊന്ന് അറൗണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ കറൻ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത് എത്രയാണെന്ന് പറഞ്ഞുതരാം. വ്യൂസ് കയറുന്നുണ്ട്. 418K വ്യൂസ് ഇപ്പോൾ ഇവിടെ ഇപ്പം നിലവിലുണ്ട്. അതുപോലെ 6409 ലൈക്സ് കിട്ടി. അതുപോലെ 765 കമൻസ് വന്നു. 5605 ഷെയർ പോയി. അപ്പോൾ ഇന്നലെ നോക്കുമ്പോൾ 3000 ഇത്ര ഷെയർ ആയി. ഇപ്പോൾ 5065 ഷെയർ പോയി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോന് ഇടാനുണ്ടായ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിതിൽ വന്നതിൽ കമൻസ് ഒരുപാട് പോസിറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു, നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു. നെഗറ്റീവ് കമൻസ് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്തൊരു നെഗറ്റീവ് വന്നതല്ല. ആ ഒരു ഇട്ട ഒരു ഇതിനെ വെച്ചിട്ട് നെയ്ച്ചിങ്ങ എന്നുള്ളതിനെ കുറിച്ചിട്ട് റെസിപ്പിയാണ് എന്നുള്ളത് ഒരുപാട് പേർക്ക് അറിയില്ല. അപ്പോൾ അത് തമ്മിലുള്ള അപ്പം എല്ലാവരും കുറേ പേര് പറഞ്ഞു അതൊച്ചാണ്, അതിന് നമ്മൾ കഴിക്കുമോ, അത് വഴുതിപ്പോവും, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കമൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു കമൻസ് ഒന്നല്ല ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ അതിൽ ജസ്റ്റ് നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് അത് എന്താ പറയുക, ആ സാധനം കഴിക്കാൻ പറ്റുമോ എന്ന് തന്നെ അറിയുന്നുണ്ടാക്കില്ല. വീട്ടിന് മുന്നിൽ ഒരുപാട് ഉണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ നമുക്കത് കഴിക്കാനാവുമെന്ന് അറിയില്ല. നമ്മളൊരുപാട് ബൈക്കിൽ കയറിയിട്ട് കൊന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് അറിയാത്തതുകൊണ്ടാണ്. ഭയങ്കര നല്ല പോഷക ഗുണമുള്ള ഒരു സാധനമാണ് നമ്മുടെ സ്നെയിൽ. അതായത് ഇത് സ്നെയിൽ ശരിക്കും പറഞ്ഞാൽ ഒച്ചാണ്. പക്ഷേ ഈ ഒരു നെയ്ച്ചിങ്ങ പറയുന്നത് ഒച്ച് വർഗ്ഗമാണെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളിതിന് ഒച്ച് എന്നായിട്ട് പറയില്ല. ഒച്ച് നമ്മുടെ നാട്ടിൽ ഒച്ച് പറയുന്നത് എന്നറിയോ, ഷെല്ലില്ല, അത് വിത്തൗട്ട് ഷെല്ലില്ല ആ ഒരു സാധനമില്ലേ. അതായത് പുറന്തോടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നീങ്ങിപ്പോകുന്നൊരു സാധനമാണ്. അത് നമ്മുടെ ഈ കുളിമുറിയിലും എന്താ പറയുക, നമ്മുടെ മതിലിൻ്റെ മുകളിലും അവിടെ ഇടയ്ക്ക് ഉണ്ടാവും. അത് ഒരു തൊട്ടാ വരുമ്പോൾ അത് ഭയങ്കര പ്രയാസം. അതൊന്നും നമ്മൾ അതല്ല കേട്ടോ. അതിനെ നമ്മുടെ നാട്ടിൽ ഒച്ച എന്ന് പറയട്ടെ. എനിക്കറിയുന്ന ഒച്ചതാണ്. പിന്നെ സ്നെയിൽസ് എന്ന് പറയുന്ന ആ ഒച്ച രൂപത്തിൽപ്പെട്ട ഒരുപാട് വെറൈറ്റി സ്നെയിൽസ് ഉണ്ടെന്ന് എനിക്കറിയാം. അതിൽ എഡിബിൾ ആയിട്ടുള്ളതും ഉണ്ട്, അതായത് നമ്മൾ കഴിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒച്ചുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒച്ചാണ് നമ്മുടെ പാടത്തൊക്കെ കിട്ടുന്ന നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ വയലിൽ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒച്ച്. അതിന് ഷെല്ലുണ്ടാവും. അപ്പം അത് നമുക്ക് കഴിക്കാം, ഭക്ഷണമായിട്ട് കഴിക്കാം. നല്ല ഗുണമുള്ള സംഭവമാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ കമൻറ്റിനുണ്ടായ റിപ്ലൈയിൽ പറയുന്നത് ഓരോന്നുണ്ടായത്, കുട്ടി അത് ഒച്ചാണെങ്കിൽ അത് കഴിക്കില്ല, സ്നെയിൽ നമ്മൾ കഴിക്കില്ല, ഈ ബെബേ എന്നെല്ലാം പറഞ്ഞ് ആൾക്കാർ ഒരുപാട് ഇങ്ങനെ അറപ്പോടെ കാണുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ കമൻറ്റായിട്ട് വായിക്കാൻ പറ്റില്ല. അതിൽ ഞാൻ കുറച്ച് നല്ല കമൻറ്റ്സ് എടുത്ത് വെച്ചു. നല്ല കമൻറ്റ്സ് അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് 2-3 കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം പറയട്ടെ, എനിക്ക് ഇത് ഇട്ട ശേഷം ഞാൻ ഇത്രയും പ്രതീക്ഷിക്കാൻ ഇട്ട വീഡിയോ ആണല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഒന്നുകിൽ ഇതിൽ കണ്ട ഒരുപാട് പേർക്ക് അവരുടെ പഴയ കാലത്തെ മെമ്മറീസ് കിട്ടി എന്നുള്ളതാണ്. എനിക്ക് മാത്രമല്ല, അത് കാണുന്നവർ കുറേ പേർക്ക് അത് കമൻ്റായിട്ട് വന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞു. ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കാരണം വേറൊരാൾക്ക് അവരുടെ പഴയ കാലത്ത് തിരിച്ചോർമ്മകൾ കിട്ടുക, അവരുടെ ഹാപ്പിനെസ് ആ ഒരു വീഡിയോയിൽ ചിലപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അത്രയും ഷെയർ പോയിട്ടുണ്ടാവുക. കാരണം ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ പഴയ കാലം, കുട്ടിക്കാലം, അങ്ങനെ അവർക്ക് ഉള്ള ഒരു എന്താ പറയുക ഓർമ്മകൾ ചിലപ്പോൾ ഷെയർ ആയിട്ട് പോയിട്ടുണ്ടാവാം. പിന്നെ ചിലർക്ക് സംബന്ധിച്ചിടത്തോളം വെറൈറ്റി ആയിരുന്നു കേട്ടോ. എത്ര പ്രതീക്ഷിച്ചില്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ വെറൈറ്റി ആയിട്ട് പറഞ്ഞു. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് വെറൈറ്റി നെയിംസ് കിട്ടി. എനിക്കറിയുന്നുണ്ടായിട്ടില്ല എത്ര പേര് ഇതിനുണ്ട്. നമുക്കറിയുന്ന ആകെ ഒരു ഞാനറിയുന്ന പേര് 2 അട്ടക്കുടു നെയ്ച്ചിങ്ങയാണ് കേട്ടോ. അതിനപ്പുറം എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ ഒരു എല്ലാ പേരും എനിക്ക് പറയില്ല, പിൻ ചെയ്ത് 2-3 കമൻറ്റ് ഞാൻ പറയാം. ഫസ്റ്റ് ഞാൻ പറയട്ടെ, ഒരു നാറ്റൂർ
എനിക്ക് അതിൻ്റെ പേര് ഫുൾ ഫോം അറിയില്ല കേട്ടോ. അതിൽ കുറേ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഐഡിയ ആണ്. അപ്പോൾ അയ്യേ ഈ ഒച്ചിനെയൊക്കെ കഴിക്കോ? ഈ കമൻറ്റ് ബോക്സ് കണ്ടിട്ട് കിളി പോയി. അപ്പോൾ ഇത് കഴിക്കുമല്ലേ? കമൻറ്റ് നെഗറ്റീവ് ആണെന്നാണ് വിചാരിച്ചേ. തിരുവനന്തപുരമുള്ള ആരെങ്കിലും ഇത് കഴിക്കോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് ഇത് പരിചയം കുറവുണ്ട് തോന്നുന്നു. അപ്പോൾ അതെനിക്കൊരു നെഗറ്റീവ്. അപ്പോൾ ഈ ആൾ കണ്ടത് നെഗറ്റീവ് ബോക്സ് എന്താ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചിട്ട് കമൻറ്റ് നെഗറ്റീവ് ആണാണ് നമ്മൾ എനിക്കിതിൽ വെച്ചാൽ നമ്മൾ ചില വീഡിയോസ് കണ്ടാലും നെഗറ്റീവ് കാണാൻ വേണ്ടി നമ്മൾ കയറാറില്ലേ, അതുപോലെ എനിക്ക് തോന്നി. ഈ നെഗറ്റീവ്സ് കാണാൻ പോയിട്ട് ആൾക്ക് എന്ത് ചെയ്ത് പിന്നെ അതിൽ ഒരുപാട് ആൾക്കാർ കഴിക്കും എന്നുള്ള കാര്യം കിട്ടി. അതുകൊണ്ട് അത് ഞാൻ പിൻ ചെയ്ത് വെച്ചു. എനിക്കത് ഇഷ്ടമായി കമൻറ്റ് ആള്. പിന്നെ വേറൊരു സുനില സുരേഷ് പറഞ്ഞിട്ടുണ്ട്, ഐ ലാസ്റ്റ് ate this when I was in second standard. I used to go with my mom and during the rainy season to catch it. Love it. Watching this video brought back old memories. ഇവിടെ ഇതിനെ ഞവഞ്ഞി എന്നാ പറയണം. ഓക്കെ, ഞവഞ്ഞി ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും സുനില സുരേഷ് ഇട്ട കമൻറ്റും എനിക്ക് പിൻ ചെയ്യാൻ ഞാൻ ഇതിൽ കമൻറ്റ് കാണുമ്പോൾ ഒരുപാട് പോസിറ്റീവ് കമൻറ്റ്സ് ഉണ്ട് കേട്ടോ. അവരതൊന്നും പിൻ ചെയ്തിട്ടില്ല എന്നല്ല, എൻ്റെ കണ്ണിൽ പെട്ട ഫസ്റ്റ് കമൻറ്റ് എനിക്ക് ഈ സുനില സുരേഷിൻ്റെ ആയിരുന്നു. സോ അത് ഞാൻ പിൻ ചെയ്ത് വെച്ചു. അവർ അതായത് പറഞ്ഞ് രണ്ടാം ക്ലാസ്സിൽ അവരുടെ ഒരു പഴയകാല മെമ്മറിയാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ സോ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഉണ്ടായിരുന്നത് CS 3437 അട്ടക്കക്ക എന്ന് പറഞ്ഞ ഒരു സത്യം പൈൽസിന് നല്ല ഒരു മരുന്ന് കൂടിയാണിത്. ഓക്കെ, അപ്പം അതിനും കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു കമൻറ്റിൻ്റെ ഇടയിൽ ഞാൻ ഇട്ട കമൻറ്റിനല്ലാണ്ട് ആ കമൻറ്റിന് ഒരുപാട് ആൾക്കാർ താഴോട്ട് ഒരുപാട് റിപ്ലൈ തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതും കുറേ കണ്ട് ഇഷ്ടപ്പെട്ടു. കുറേ പേടി ഇവിടെ ഇതാരും കഴിക്കില്ല, എറണാകുളത്ത് ഇതാരും കഴിക്കില്ല, ഇത് ആഫ്രിക്കൻ ഒച്ചല്ലേ, ഒച്ചാണ്, പക്ഷെ ആ ഒച്ച് എഡിബിളായ ഒച്ചാണ്. ഓക്കെ, അപ്പോൾ ഒച്ചല്ലടോ, അത് വളരെ ടേസ്റ്റിയാണത്, ഒച്ചല്ലടോ. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അത് ഒച്ചല്ല, അത് വളരെ ടേസ്റ്റിയാണെന്ന് പറഞ്ഞാൽ കുറേ പോസിറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ അതിൻ്റെ പിന്നെ കോട്ടയം സൈഡിൽ ഇതിൻ്റെ ശല്യം കാരണം വയ്യ, മതിലിലും വഴിയിലും പറമ്പിലൊക്കെ ഇഷ്ടംപോലെ എല്ലാവർക്കും അറപ്പാ. ഇതൊക്കെ കഴിക്കണവരുണ്ടോ അറിഞ്ഞൂടായിരുന്നു. ഇവിടെ ആരും കഴിച്ചു കണ്ടിട്ടില്ല, കഴിക്കുന്നവർ കഴിക്കട്ടല്ലേ. ശിവപ്രിയ രാജു. അങ്ങനെ അയ്യോ, പിന്നെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. നത്തക്ക, അട്ടക്കുടു, ഞമ്മളെ ഞവണിക്ക, മലപ്പുറം നിലമ്പൂരിലെ ഞവഞ്ഞി, പിന്നെ നത്തക്ക, ഞവണിക്ക, പിന്നെ നത്തക്കക്ക. ഒരു സുൾഫിക്കറലി MK പറഞ്ഞിട്ടുണ്ട്, ഇത് ഞവണിക്ക. എൻ്റെ നാട്ടിൽ പാടത്ത് ഒരുപാടുണ്ടായിരുന്നു പണ്ട് കാലത്ത്, ഇപ്പോൾ ഇതിൻ്റെ പൊടി പോലും ഇല്ല. ശരിയാണ്, വംശനാശം സംഭവിച്ചു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഈ വീഡിയോൻ്റെ ഒരു ആഫ്റ്റർ ഞാൻ ഇതിൻ്റെ ഒരു സർപ്രൈസ് സംഭവം കൂടെ പറയുന്നുണ്ട്. സർപ്രൈസ് എന്നല്ല, നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ആ ഒരു പൊസിഷനിൽ ഞാനത് കാണിക്കാം. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണാം. അതെന്താണെന്ന് നോക്കണേ. ഓക്കെ, അത് നമുക്ക് കമൻറ്റ് വായിക്കാം. അപ്പോൾ ഒരു ഷീമാഷൻ ഞാൻ ഇതിനെ കണ്ടാൽ ഉപ്പിട്ട് കൊല്ലും. അപ്പോൾ അയാൾ ഉദ്ദേശിച്ചത് ഒച്ചിനെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒച്ചിനെ ഉപ്പിട്ടിട്ട് തന്നെയാണ് കൊല്ലല്. ശരിയായ മറ്റേ വിത്തൗട്ട് ഷെല്ലുള്ള ഒച്ചിനെയാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. ഇത് കുക്കിംഗ് കൂടെ ഇടാവോ? അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ചേച്ചി. ഇതിൽ കുറേ ആൾക്കാർ കുക്കിങ്ങിൻ്റെ ചോദിച്ചിട്ടുണ്ട്, കുക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്യാവോ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ക്ലീനിങ് വീഡിയോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഈ കമൻറ്റ് വായിച്ച ശേഷം ഞാൻ പറഞ്ഞുതരേ. എൻ്റെ നാട്ടിൽ ഒച്ച് ഓക്കെ, ഞവനിക്കാൻ അത്തങ്ങ അട്ടക്കൂട് നമ്മച്ച് കഴിയിട്ട് കഴിക്കും. ഒച്ച് കഴിച്ചിട്ടുണ്ട്. ഞവനിക്ക എന്ന് പറയും തൃശ്ശൂർ, നത്തക്ക കൊല്ലം, നൗനി, ഞവണിക്ക തൃശ്ശൂർ, ഞവനി നീയാണ് മാംസം കൂടാ വലുത് പിടിക്ക്, നമ്മഞ്ചി അട്ടക്ക ഇത് ഒച്ചല്ലേ, ഞവനി സൂപ്പർ ഞവനി. ഇത് കഴിക്കുമോ ഒച്ചിങ്ങ എന്ന് ഞങ്ങൾ പറയും കൊല്ലത്ത്. എനിക്ക് കോട്ടയം പാല മെയിനായിട്ട് എനിക്ക് തോന്നുന്നു. ബാക്കി എല്ലാത്തിൻ്റെ നെയിംസ് വെച്ചിട്ട് ആൾക്കാരുടെ സ്ഥലം പറഞ്ഞതാ. പിന്നെ ഒരാൾ പറഞ്ഞിട്ട് നെയ്ച്ചിങ്ങ തന്നെ സൂപ്പറാണ്, ഇന്ന് കിട്ടാനില്ല, വയലുകൾ നികത്തി കവുങ്ങൾ സ്ഥാനം പിടിച്ചു. സത്യമായിട്ടും നമ്മ കാസർഗോഡ്കാർ നെയ്ച്ചിങ്ങ എന്ന് പറയും. പിന്നെ അടിപൊളി ടേസ്റ്റാണ്, ഇപ്പോഴും കഴിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴും കഴിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ കാണുന്നവർ നോക്കാം. യു എവിടെ ആണ് ഫ്രം? കാസർഗോഡാണ് കേട്ടോ. ഞാൻ കാസർഗോഡ്, എൻ്റെ നാട് തൃക്കരിപ്പൂരാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ നാട് നീലേശ്വരം. അട്ടക്കുടു പയ്യന്നൂർ. ഇത് ചെറുതാണ്, ഇതിലും വലിപ്പം ഉണ്ടാകുന്ന നല്ല ടേസ്റ്റാണ്. ഓക്കെ, ഒരുപാട് ആൾക്കാർ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ പ്രദേശത്തുള്ളവർക്കൊക്കെ എന്തായാലും അത് ഒരു തവണയെങ്കിലും അവർ നോക്കിയിട്ടുണ്ടാവുമെന്നാണ് അറിയുന്നത്. ഒരുവിധം കഴിച്ച ആൾക്കാർക്ക് ഇഷ്ടപ്പെടേണ്ടതാണ്. കാരണം അതൊരു റബ്ബർ ടൈപ്പാണ്. ഇങ്ങനെ നമുക്ക് കടിച്ചാൽ എന്താ പറയുക, നമ്മുടെ കൂന്തലില്ലേ, കൂന്തലിൻ്റെ ഇറച്ചി, ആ ഒരു ഇറച്ചി കണ്ടില്ലേ, റബ്ബർ ടൈപ്പ്, ആ ഒരു റബ്ബർ ടൈപ്പാണ് കേട്ടോ ഇതിന്. യെസ്, ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട്. വെളുത്തുള്ളി കുരുമുളക് ഇട്ട് ഫ്രൈ ചെയ്താൽ പൊളി ടേസ്റ്റാണ്. ക്ലീനിങ് പെർഫെക്റ്റായി ചെയ്തെടുക്കണം.
ഇപ്പോൾ ഇത് കാണാൻ പോലും ഇല്ലല്ലോ. സത്യമായിട്ട് വെളുത്തുള്ളി കുരുമുളകിട്ടിട്ട് ഫ്രൈ. ഇതിന്റെ ഡിഷ് ഞാൻ ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് പറയാട്ടോ. നമ്മളെപ്പോഴും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ കൂടെ പറയുന്നതായിരിക്കും. നമ്മച്ചി ഞവണിക്ക, ഞങ്ങളുടെ നാട്ടിൽ ഞവണിക്ക എന്ന് പറഞ്ഞു. ഞവണിക്ക രോഗം ഓർക്കാൻ സാധിക്കുന്നില്ല. ഏതാക്കിയിട്ടുണ്ട്. അറിയാം. നല്ല പപ്പയുടെ കൂടെ കറി വെച്ചാൽ പൊളിയാണെന്നാ. പപ്പയുടെ കൂടെ കഴിച്ചാൽ എനിക്കറിയില്ല. ഒരു കുട്ടി പറഞ്ഞാ ഞാൻ കുഞ്ഞിലെ കഴിച്ചിട്ടുണ്ട്. പിന്നീട് ഇത് കണ്ടിട്ടേ ഇല്ല. മഴക്കാലം ആകുമ്പോൾ ഒരുപാട് ഉണ്ടാകാറുണ്ടായിരുന്നു. ശ്രീലാക്സ് ഇതൊക്കെ കഴിക്കൂ. ഞമണിക്ക ഇവിടെ ഞമണിക്ക എന്താ പറയുന്നത്? ഞാൻ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പ്രഭാമോഹൻ ഇത് കഴിക്കുമോ അറിയില്ല. ഞാൻ ഒത്തിരി വയലിൽ കണ്ടിട്ടുണ്ട്. കണ്ടോ, കുറേ ആൾക്കാർ ഇത് കണ്ടിട്ട് ഇത് നല്ല ഡിഷാണെന്ന് അറിയാണ്ട് പോയിട്ടുണ്ട്. കണ്ടോ, മനസ്സിലായല്ലോ. ഞവനി അയ്യേ കഴിക്കൂല ഞങ്ങൾ. ആഫ്രിക്കൻ ഒച്ച് ഞവണിക്ക. അയ്യേ ഇത് ഒരു ഒച്ചു പോലാണ്. എനിക്കറപ്പാണ്. കക്കല്ലേ. ഇത് പെറുക്കാൻ പോയ ഒരു കാലം. അടുത്തത് ഇത് പെറുക്കാൻ പോയ ഒരു കാലം ഉണ്ട് കസിൻസ് ഒക്കെ ആയിട്ട്. ഓ, എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയോ ഇതിന്. പക്ഷേ ഇപ്പോൾ ഇതൊന്നും കാണാൻ തന്നെ ഇല്ലല്ലോ. ഒരു ബാസിയെ എന്ന് പറഞ്ഞൊരു ലേഡിയാണ്. ഓക്കെ. ഞവനിക്ക ഇത് പിടിക്കാൻ പാടില്ല, കേസാവും. ഒരാൾ ഇട്ടിട്ടുണ്ടായേ. ഞവനിക്ക ഇത് പിടിക്കാൻ പാടില്ല, കേസാവും. മിലാസ് ചാച്ച. ഓക്കെ, മിലാസ് ചാച്ച. എങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, റിപ്ലൈ കൊടുത്തിരിക്കാറുണ്ട്. പണ്ടത്തെ കാലത്താണെങ്കിൽ എനിക്ക് തോന്നുന്നത് നാട്ടിലെ നാടൻ പ്രദേശത്തെ ആൾക്കാരെല്ലാം നമ്മൾ പിടിച്ചിട്ട് സ്റ്റേഷനിൽ ഇടേണ്ടി വരും കേട്ടോ. കാരണം ഇപ്പോൾ ഇത് പിടിക്കാൻ എനിക്ക് തോന്നുന്നു വംശനാശം സംഭവിച്ചുകൊണ്ട് ചിലപ്പോൾ അതിന് ആയിട്ടുണ്ടാവും. അത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ വീട്ടിന് മുമ്പിൽ കളത്തിലൊക്കെ വന്നാൽ ഇപ്പോഴും കഴിക്കുന്നവരുണ്ട്. എനിക്കറിയില്ല കേട്ടോ, ഇത് കേസാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ പിടിക്കുന്നില്ല കേട്ടോ. ഓക്കെ, ഇനി അതറിയാമല്ലോ നമുക്കിനി നമ്മളതിന് പിടിക്കില്ല. പക്ഷെ എന്നാലും അത് ഒരുപാട് പേർക്കൊരു നല്ലൊരു മെമ്മറീസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലീസുകാരൊക്കെ, പിടിക്കാൻ പോകുന്ന പോലീസുകാരൊക്കെ ഒരു തവണെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാകുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനി നൊഴിച്ചിങ്ങ മസാലക്കറി സൂപ്പർ. ഓക്കെ, കുറേ ആൾ മസാലക്കറിയൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാനുണ്ട്. ഇത് വിഷമം അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഇതൊന്നും തിന്നില്ല. ആളുദ്ദേശിച്ചത് മാളൂട്ടി ഇത് വിഷമല്ലേ എന്നായിരിക്കും കേട്ടോ. ഇത് വിഷമമല്ലേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ ഇതൊന്നും തിന്നില്ല. ഇത് വിഷമല്ല മോളെ. ഇത് നല്ല ഗുണമുള്ളൊരു സാധനമാണ്. ഒരു ഇഷ്ടമുണ്ട്. പാടത്ത് മറന്നുകൊണ്ട് തുടങ്ങിയത് പിന്നെ അപ്രത്യക്ഷമായി. ജീവനോടെ പുഴുങ്ങി കൊന്നു തിന്നുന്നു. അതോ വിശപ്പ് മാറാനാണോ? നാവിലെ രുചിക്ക് വേണ്ടി. ഒരു പേരില്ല. XN5966. ഓക്കെ, ജീവനോടെ പുഴുങ്ങി കൊന്നു തിന്നുന്നു. അതോ വിശപ്പ് മാറാനാണോ? നാവിലെ രുചിക്ക് വേണ്ടിയാണോ? എനിക്കിതിനോടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്, ആള് എനിക്ക് തോന്നുന്നു ഇതൊന്നും കഴിക്കാത്ത ഒരു ആളാണ്. മാംസമൊന്നും കഴിക്കാത്ത സസ്യബുക്കാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഈ നാട്ടിൽ നമ്മളെന്നാ ചിക്കൻ, ബീഫ്, മട്ടൺ എന്താ പറയാ കഴിക്കാത്ത ഒരു വസ്തുക്കളില്ല. വസ്തുക്കളെ ഒരു ജീവിയും നമ്മൾ ഒരുവിധം ഇപ്പം വിടുന്നില്ല എന്നാണ്. അതിനിടയിൽ ഒരു ചെറിയ സാധനത്തിന് ആൾക്കാർ കമൻറ്റ് വ്യൂ ചെയ്യാൻ വേണ്ടിയാണോ താങ്കൾ ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഓക്കെ, വിശപ്പ് മാറാനാണോ ടേസ്റ്റ്? നമ്മൾ വിശപ്പ് മാറാൻ വേണ്ടിയിട്ടാണോ നമ്മൾ മാംസാഹാരം, ചിക്കനും മട്ടനൊക്കെ കഴിക്കുന്നത്? ഈ പറഞ്ഞ ആൾ ഇതൊന്നും കഴിക്കാറില്ലെന്ന് തോന്നുന്നു. ഓക്കെ, എങ്കിലും ശരിയാണ്. ജീവനോടെ പുഴുങ്ങിക്കൊന്ന് തിന്നുന്നു. ശരിയല്ല, നമ്മളെ ജീവികളെ അങ്ങനെ ഇതാക്കുന്ന നമ്മളവരോട് ചെയ്യുന്ന ഒരു ഇതാണല്ലോ. പക്ഷെ എങ്കിലും ഒന്നും കഴിക്കാത്ത ആൾക്കാരൊന്നും ഇല്ല ചേട്ടാ. നമ്മളിപ്പം അത്യാവശ്യം എന്താ ഒരു ജീവിക്കൊരു ജീവി എന്നല്ലേ പറയുന്നത്. നമ്മൾക്ക് മാംസബുക്കാണ്. നമ്മളെല്ലാം കഴിക്കലുണ്ട്. ഞാനെല്ലാം കഴിക്കലുണ്ട്. ബീഫ് കഴിക്കലുണ്ട്, ചിക്കൻ കഴിക്കലുണ്ട്, മട്ടൻ കഴിക്കലുണ്ട്, പന്നി ഇറച്ചി വരെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പറയുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ആൾക്കാർ നാട്ടിൽ കഴിക്കുന്നതിനൊന്നും ഒരു ഇത് വന്നിട്ടൊന്നുമില്ല. ഒരാൾക്കാർ ഓരോരുത്തരുടെ ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇങ്ങളൊക്കെ പണ്ട് താറാവിന് വേവിച്ച് കൊടുക്കുന്ന സാധനമാണ്. താറാവിന് കൊടുക്കുന്നുണ്ട് നെയ്ച്ചിങ്ങ. ഓക്കെ, നമ്മൾ താറാവിനൊന്നും കൊടുത്തിട്ടില്ല. എനിക്കറിയില്ല. കോഴി കഴിക്കുന്നുണ്ടാവുമായിരിക്കും, കാരണം അത് കുത്തിട്ടുന്നുണ്ടാവും. ഞങ്ങൾ കൊല്ലക്കാരിതിനെ നത്തക്ക എന്ന് പറയും. ഓക്കെ, നത്തക്ക. ഞമ്മളിക്ക കണ്ട് പാടം കൂട്ട് കഴിഞ്ഞു പോയി പിടിക്കുമായിരുന്നു. യെസ്, അതെ. ഒരുപാട് ആൾക്കാർ ഇതിൽ കണ്ടോ, അവരുടെ മെമ്മറീസ് ആണ് പറയുന്നത്. നമ്മുടെ ഒരു 90s ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ കാണുന്നെങ്കിൽ നാടൻ നമ്മുടെ ഗ്രാമപ്രദേശത്ത് ജീവിച്ച ഒരാൾക്ക് അറിയാം. അത് ഇതെന്ന് പറയുന്നത് നമ്മൾ പിടിക്കുന്നത് മാത്രമല്ല, ഇതിനിടയിൽ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട്. കാരണം അത് നമുക്ക്, ഞാനതെൻ്റെ ഇതിൽ കഴിഞ്ഞ ശേഷം ഞാനതെൻ്റെ കഥയോടെ പറഞ്ഞുതരാം. അത് ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിന് അത് മനസ്സിലാവും. ഞാനിത് വായിക്കുമ്പോഴത്തേക്കും നമ്മുടെ പഴയ കാലം നമ്മൾ ഈ ഒരു ഫ്രീ കിട്ടുമ്പോൾ നമ്മൾ അതൊക്കെ ഓർമ്മിക്കും അറിയില്ല. ഈ ഒരു മഴക്കാലത്ത് ഈ ഒരു നെയ്ച്ചിങ്ങനെ കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുഖമാണ്. കാരണം നമ്മളൊരു വെക്കേഷൻ, അതായത് ലീവ് കിട്ടും, ഒന്നുകിൽ ഏപ്രിൽ മെയ് വെക്കേഷൻ മഴക്കാലത്ത്, അല്ലെങ്കിൽ നമ്മുടെ ജൂൺ തുടങ്ങുമ്പോൾ ആ ഒരു ശനി ഞായർ സ്കൂൾ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പോകുന്നത് കൊട്ട എടുത്തിട്ട്
പാടത്തേക്കാണ്. എൻ്റെ വീടൊക്കെ വയലിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് പാടത്തേക്കാണ്. അതിനും മത്സരമാണ്. കാരണം എത്ര പേർക്ക് എത്ര നെയ്ച്ചിങ്ങ കിട്ടുന്നറിയില്ല. നമ്മളിങ്ങനെ ഫസ്റ്റ് പോയി എനിക്കാദ്യം കിട്ടോ എത്ര കിട്ടും എന്നുള്ള അളവ് നോക്കും. ചിലപ്പോൾ നമ്മളത് ഇങ്ങനെ വീതിച്ചെടുത്തിട്ടൊക്കെ ഉണ്ട്. കുറേ ആൾ ഒന്നിച്ച് പറക്കും, എന്നിട്ട് 1, 2, 3 അങ്ങനെ ഓരോരാൾക്ക്. അത്രയ്ക്കും ഒരു സമയത്ത് ഇതിന് ഒരു വില കൊടുത്ത മനുഷ്യരുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അമ്മ കുരുമുളകിട്ട് വെച്ചു ആ കാലം. ഓക്കെ, ഇതാണ് ഞമുഞ്ഞി. നിങ്ങളുടെ അടുത്ത പടങ്ങൾ ഇഷ്ടംപോലെ കിട്ടും, ഞമുഞ്ഞിന്ന് വിളിക്കും ഇതിനെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കമൻസ് ഉണ്ട് കേട്ടോ. കമൻസ് വായിച്ച തീരൂല. നമ്മുടെ പൈൽസ് രോഗത്തിന്, യെസ് ചേട്ടാ അജയ് കുമാർ, പൈൽസ് രോഗത്തിനുള്ള ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ഈ നെയ്ച്ചിങ്ങ. ഓക്കെ, സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ ഒന്നും കിട്ടില്ല. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും അറിയുന്നില്ല കേട്ടോ ഇതിനെ കുറിച്ചൊന്നും. ഈ ഒരു കുക്ക് ചെയ്യുന്ന വീഡിയോ കൂടെ ഇടായിരുന്നു. സോറി ചേച്ചി ലക്ഷ്മി കുഞ്ഞ്, എനിക്ക് അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇനി ഓക്കെ ഞങ്ങൾ കഴിച്ചില്ല. ഓക്കെ, ഇനി ഞാൻ കമൻറ്റ് ഇനി വായിച്ച സമയം കഴിഞ്ഞില്ല. ഇരുവരും ഓക്കെ. വേറെ ലിജിൻ ജയറാം, ഞവഞ്ഞിക്ക ലക്ഷദ്വീപിൽ കിട്ടും, കടൽ ഞവഞ്ഞിക്ക, അവിടെ ഉള്ളവർ അമ്മണി എന്ന് പറയും, ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇല്ലേ. ഓക്കെ, കമൻസ് ഞാൻ ബാക്കിയുടെ വെക്കാട്ടോ. കമൻസ് ഫുള്ള് വായിക്കാൻ എനിക്ക് ടൈമില്ല. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി കമൻസിന് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ള 2 കമൻസ്, ഒന്ന് ഇതിൻ്റെ ക്ലീനിങ് വീഡിയോ ഇടുമോ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റെസിപ്പി കൂടെ പറയുമെന്ന്. ഇനി അടുത്ത ഞാൻ ആ സർപ്രൈസ് വിളിക്കാം. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇത്തവണ നമുക്ക് ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റുള്ളൂ, ഷോർട്ട് വീഡിയോ. ഇതിൻ്റെ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ആദ്യം ഇത് കറി വെക്കാം, അതായത് കറിയിൽ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് പറക്കിയത്. അപ്പം ഞാൻ എൻ്റെ കസിനും കൂടിയാണ് പറക്കിയത്. അപ്പം ഓളും ഞാനും കൂടിയിട്ട് അവിടെ പറക്കി. അപ്പോൾ ആ സമയത്ത് അമ്മമ്മ പറഞ്ഞു അത് കുഞ്ഞാണ്. അപ്പം കഴിഞ്ഞ കൊല്ലം ഇതിനേക്കാൾ ഉണ്ടായിരുന്നു, നമ്മൾ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ അത് ഇപ്രാവശ്യം ഒന്നുമില്ല, കിട്ടാനില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം നമ്മൾ ലാസ്റ്റ് ഒരു അരമണിക്കൂർ ഞാൻ ഫുൾ സെർച്ച് ചെയ്ത് ലാസ്റ്റ് പ്രാന്തായി. അപ്പം മഴ വന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ കയറിയതാണ്. അപ്പോൾ കുറച്ചൊരു ബോർഡ് നിങ്ങൾ കണ്ടു മനസ്സിലാവും, ഒരു ഡബ്ബയിൽ കുറച്ച് അത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ ഒരു 3-4-5 ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനം. അത് അത്ര പോരെ ഉപ്പേരി വെക്കാൻ വേണ്ടി നിന്നാലും ഇത്ര പോലെയുള്ള സാധനം ഒന്നും ചെയ്യില്ല, ആർക്കും ചെയ്യില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളതിനെ കുറച്ചുകൂടി വലുതായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് അതിനെ ഇറക്കി വിടുക ചെയ്ത വയലിൽ. അതുകൊണ്ട് ഇത്തവണ നമുക്കത് ഡിഷ് ഉണ്ടാക്കാൻ പറ്റിയില്ല. സോ അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. പിന്നെ അതെങ്ങനെയാണ് ക്ലീനിങ്. അപ്പോൾ ക്ലീനിങ് എന്ന് പറയുന്നത് ഞാൻ ഇതിനോട് അറ്റാച്ച് ചെയ്ത് ഞാൻ ഇതിൽ സെർച്ച് ചെയ്തൊരു വീഡിയോ ഉണ്ട്. എനിക്ക് ആരുടെ എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ 1 മിനിറ്റ്. അപ്പോൾ അതിൽ ക്ലീനിങ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാം, ഞാൻ അതിനോട് പിൻ ചെയ്ത് കൊടുക്കാം. ഇതിലെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ള ഒരു ചേച്ചി ഇതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കാം. കേരള ഫുഡ് സ്റ്റോറീസ് അങ്ങനെ എന്തോ പറഞ്ഞ ഒരു ഇതാണ്. ഇതിലൂടെ ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ട് ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് ഡയറക്റ്റ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് അത് പിൻ ചെയ്ത് കൊടുക്കാം. ആൾക്കാർ യൂട്യൂബ് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആ ഒരു കിട്ടിയ സാധനം നയിച്ചിങ്ങ 2-3 തവണ മഞ്ഞളിട്ട വെള്ളത്തിൽ കഴുകാം. അത് ഈ ഒരു തവണ കഴുകിയാൽ പോലെ പിന്നെയും കഴുകാനുണ്ട്. അത് കഴുകിയ ശേഷം നമ്മൾ അതിനെ ആ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പൊത്തിയിട്ട് ആവിക്ക് വെക്കാം. ആവിക്ക് മീൻസ് നമ്മൾ തിളക്കാൻ വെക്കാം. വെള്ളത്തിൽ തിളക്കാൻ വെക്കും. ഉപ്പൊന്നും ഇടണ്ട കേട്ടോ. വെള്ളം തിളക്കാൻ വെച്ച ശേഷം അത് ഒരു 10 മിനിറ്റ് തിളച്ചതിന് ശേഷം നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ മുകളിലുള്ള തോട് അടർന്ന് കിട്ടിയിട്ടുണ്ടാവും. ആ നയിച്ചിങ്ങേൻ്റെ ഉള്ള തറച്ചി അതിങ്ങനെ പുറത്തേക്ക് വരാനായിട്ടുണ്ടാവും. ആ ഒരു പാകത്തിൽ കിട്ടും. അപ്പോൾ അത് പെട്ടെന്ന് ഇളകി വരും കേട്ടോ. എന്നിട്ട് ആ വെള്ളം നമുക്ക് കളയാം. എന്നിട്ട് കളഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഈർക്കിൽ, നമ്മൾ പണ്ട് ഈർക്കിൽ വെച്ചിട്ടാണ്, ഓലയുടെ ഈർക്കിൽ വെച്ചിട്ടാണ് എടുക്കാറുള്ളത് കട്ടിയിലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സ്പൂണോ ചെറിയ കത്തിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്താൽ അത് സാധനം കിട്ടും. കിട്ടിയത് മാത്രം പോരാ, അതിൻ്റെ മുകൾ ഭാഗം, നമ്മുടെ തോടുണ്ടായ ഒരു ഭാഗമില്ലേ, ഇതിൻ്റെ 2 കൊമ്പുള്ള ഒരു എന്താ പറയുക ഗ്രേ കളർ ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്ന് ഞാനത് ആരുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ശരിക്കും അത് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചേച്ചിയുടെ വീഡിയോ ഞാൻ പിൻ ചെയ്തിട്ട് അതിൽ അവർ ചെയ്യുന്നില്ല, പക്ഷെ അത് ചെയ്യണം. എന്താ വെച്ചാൽ നമ്മുടെ ആ ചളി, നമ്മുടെ പറയുന്ന ഈ ചളിയിൽ ജീവിക്കുന്നതാണല്ലോ, അതിൻ്റെ ഒരു സാധനം ചളിയൊക്കെ അതിൻ്റെ ആ ഒരു മുകൾ പോർഷനിലുണ്ടാവും. അപ്പം അതെന്താ വെച്ചാൽ നമ്മളൊരു അമ്മിക്കല്ലിനോ അതൊക്കെ ഇപ്പോൾ ഉണ്ടോ അറിയില്ല, എന്തെങ്കിലും ഒരു മരക്കട്ട എന്തെങ്കിലും ഒരു സാധനം എടുക്കാം. അതിന് നിങ്ങളൊന്നിങ്ങനെ ഉരച്ചിട്ട് ഒന്ന് വെള്ളത്തിൽ കഴുകുക, അതിൻ്റെ മുകൾ ഭാഗം കേട്ടോ. അപ്പോൾ അതിൽ ചളി പോവും. അതുകൂടാതെ അതിൻ്റെ അറ്റത്ത് ഏറ്റവും ഉള്ളിലുള്ള ഒരു പോർഷനിൽ ഇങ്ങനെ അടിഭാഗം കുറച്ച് കളയാനുണ്ട്, ഒരു ലൂസായ അത് അത് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാം അങ്ങനെ എടുക്കാം. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ ആ കിട്ടിയ നയിച്ചിങ്ങേൻ്റെ ഇറച്ചി നിങ്ങൾ നന്നായിട്ട് 2-3 തവണ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കാം. കഴുകിയെടുത്ത ശേഷം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ഓപ്ഷൻ കുരുമുളക് ഇട്ട് വെളുത്തുള്ളി ഇട്ട് ഒരായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാമെന്ന്. ഫ്രൈ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പറങ്കി, നമ്മുടെ ഒക്കെ എല്ലാം എടുക്കാം. ഒന്ന് ജസ്റ്റ് വഴറ്റിയ ശേഷം നമ്മൾ
ഈ കഴുകിയെടുത്ത നേച്ചിങ്ങ, ഉപ്പ്, മഞ്ഞൾ, കുരുമുളക്, പറങ്കിപ്പൊടി, മല്ലിപ്പൊടി അതൊക്കെ ഇട്ട്, കുരുമുളക് കുറച്ച് കൂടുതലിടാം, നല്ലോണമല്ല എരിവിന്. പറങ്കിപ്പൊടി കുറച്ച്, കുരുമുളക് കൂടി ഇട്ടാൽ അത് നല്ല ടേസ്റ്റ് കിട്ടും. അത് നിങ്ങൾ ആ ഉള്ളി തക്കാളിയെല്ലാം വഴറ്റിയില്ല, അങ്ങ് വഴറ്റിയെടുത്ത് കുറച്ച് വെള്ളം, പാകത്തിന് വെള്ളം വെച്ച് അത് ഒരു നുള്ളു വെള്ളം വെച്ച് അത് ഇളക്കി എടുത്താൽ. തേങ്ങ വേണമെന്നൊന്നുമില്ല കേട്ടോ, തേങ്ങ ഇടാൻ നിർബന്ധമില്ല. തേങ്ങ ഇടണം എന്നുള്ളവർ തേങ്ങ ഇടാം ലാസ്റ്റ്. പക്ഷേ എന്നിട്ട് ആ വെള്ളം ഒന്ന് നിങ്ങൾ അടപ്പിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് റെഡി ആയിട്ടുണ്ടാവും സാധനം. കറിവേപ്പിലയും കൂടി ഇടണേ. അപ്പം സാധനം ഉപ്പിരി. പിന്നെ ഇതിൽ കുറേ പേര് സെർച്ച് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എന്താ തേങ്ങ അരച്ച് കൂട്ടി കറി പോലെ ഒക്കെ തന്നെ, അതിനേക്കാൾ ടേസ്റ്റ് എനിക്കൊന്ന് കുരുമുളക് ഇട്ട് വെച്ചതാണ് കേട്ടോ. കുരുമുളക് ഇട്ട ആ സാധനമാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, കഴിച്ചു നോക്കാം. പൈസ രോഗമുള്ളവർക്കൊക്കെ നല്ലതാണ്. ഇത്രയാണുള്ളത് മെയിനായിട്ട്. പിന്നെ പഴയകാലം എൻ്റെ മെമ്മറീസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് അവരെയാണ് ഓർമ്മ വരുന്നത്. പേര് പറയുകയാണെങ്കിൽ മെയിനായിട്ട് പറയാം വിനീഷ, ശില്പ, പിന്നെ ജിംഷ, സ്നേഹേച്ചി, പിന്നെ നമ്മൾ അപ്പോൾ എൻ്റെ ഒരു പ്രായത്തിലുള്ള എൻ്റെ കുറച്ച് ആൾക്കാരാണ് നമ്മൾ ടീംസായിട്ട് നമ്മളൊരു കൊട്ടി മറക്കി മഴക്കാലത്ത് നമ്മുടെ പാടത്തേക്ക് പോകുന്ന ആ ഒരു ഓടുന്ന മെമ്മറി എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ വിനീഷൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം എല്ലാവരുടെ കമൻറ്റ് കാണുമ്പോൾ എൻ്റെ പഴയകാല മെമ്മറി എനിക്ക് തിരിച്ചു കിട്ടി. എനിക്ക് ഒരുപാട് ഓർത്തെടുക്കാൻ പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അതിനുപരി സങ്കടമുണ്ട്. ഞാൻ ഇപ്പോൾ ആ ഒരു കാലത്തെ ഞാൻ മിസ് ചെയ്യുന്നു. അപ്പോൾ അതൊരു കാലം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു 19s നമ്മളിപ്പോൾ ജീവിക്കുന്നവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെമ്മറീസ് ഉണ്ടാവും. നമ്മുടെ എല്ലാം നെയ്ച്ചിങ് വർക്ക് മെമ്മറി കുറേ കമൻറ്റ് ഞാൻ കണ്ടു. കാണാത്തവരുണ്ടാവും, അവർക്ക് ശരിക്കും മിസ്സിങ് ആണ്. ഈ ഒരു നെയ്ച്ചിങ് വർക്ക് എന്നുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മെമ്മറി ക്രിയേഷൻ കൂടി, ഹാപ്പിനെസ് ആണ് ഇവിടെ വരുന്നത്. നമ്മളെല്ലാവരും കൂടി ഫ്രണ്ട്സ് ഒത്തുകൂടുന്ന ഒരു സന്ദർഭമില്ലേ, അതൊരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമ്മൾ കളിക്കുന്ന നമ്മളൊരു പ്ലേ പോലെ തന്നെയായി. അതിനിടയിൽ നമുക്കൊരു ഡിഷ് കൂടെ കിട്ടി. ശരിക്കും അടിപൊളിയാണ്. അപ്പോൾ അത് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റി, വലിയ താങ്ക്സ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഇത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവം തന്നെയാണ്. കാരണം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ എൻ്റെ കസിൻ എന്നോട് നെയ്ച്ചിങ് വരക്കിയതാണ് മാളു. അപ്പോൾ ഓൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ചേച്ചി ഈ വീഡിയോ വോയിസ് ഇടുന്നവർക്ക് ചിരി വരുന്നത് അങ്ങനെയൊക്കെ പറയുന്നേക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ജസ്റ്റ് സാധാരണ നമ്മൾ എങ്ങനെയാണോ അത് ആ ഒരു സംഭവം അത്രയും ഞാനത് കാണിക്കാൻ നിന്നിട്ടുള്ളൂ. അപ്പോൾ അത് ഇടുമ്പോൾ ഓള് പറഞ്ഞപ്പോൾ ഓളോട് എനിക്ക് ചിരി വരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞു, വ്യൂസ് കണ്ടപ്പോൾ ഇത്ര വ്യൂസ് കയറി, നീ പറഞ്ഞതല്ലേ അടിപൊളിയായിരുന്നു എന്നെല്ലാം പറഞ്ഞോളെ. അപ്പോൾ സംഭവം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്താണോ അതായിരിക്കും നമുക്ക് ശരിക്കും ഒരുപാട് വ്യൂസൊക്കെ കയറുക. നമ്മൾ പ്രതീക്ഷിച്ചിട്ട വീഡിയോസൊന്നും ആരും കാണില്ല. ഇതൊക്കെയാണ് ശരിക്കും മെമ്മറബിൾ ആയിട്ടുള്ള വീഡിയോസ് തോന്നുന്നു. അപ്പോൾ ഒരുപാട് ആൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ ഈ യൂട്യൂബിൽ തന്നെ എനിക്ക് യൂട്യൂബിൽ അങ്ങനെ ആൾക്കാർ റീച്ച് ആയിട്ടില്ല. എനിക്കിതിൽ ഈ വീഡിയോന് അത്ര കിട്ടിയില്ല. അറൗണ്ട് 1000-ന് മുകളിൽ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇനി യൂട്യൂബിൽ കുറേ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഇവിടെ തന്നെ പിൻ ചെയ്ത് കൊടുക്കട്ടെ ഷോർട്ട് വീഡിയോ. ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ സംശയമൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാരുടെ സംശയം തീർക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വേറെ എന്താ പറയാനുള്ളത്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ കാണുന്നത് വരെ ബൈ.